1-2 ദിവസം മുമ്പ് ഭർത്താവിൻ്റെ മാനസിക പീഡനം നിമിത്തം ആത്മഹത്യ ചെയ്തൊരു പെൺകുട്ടിയുടെ വിശേഷവുമായി ബന്ധപ്പെട്ട് ചില വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കല്യാണ പേക്കൂത്തുകളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. പല കല്യാണങ്ങളും ഇന്ന് വളരെ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് അല്ലേ? കല്യാണമെന്ന വിവാഹമെന്ന അള്ളാഹു റബ്ബുൽ ആലമീനുള്ള ആരാധനയെ വളരെ വളരെ വൾഗറാക്കി കഴിഞ്ഞു. ഇത് നമ്മൾ വിമർശന ബുദ്ധിയ പറഞ്ഞപ്പോൾ പല ആളുകളും അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്ത ഒരു കാര്യമുണ്ട്. വലിയ വലിയ തറവാട്ടുകാരും വലിയ തങ്ങന്മാരൊക്കെ ചെയ്താൽ ഉസ്താദ് ഒന്നും മിണ്ടൂല. അപ്പോൾ എനിക്കൊരു സന്ദേഹം, ഇതേതാണ്, എങ്ങോട്ടാണ് ഇവന്മാർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതിൽ പല ആളുകളും എനിക്ക് വാട്സപ്പിൽ ചില വീഡിയോസ് അയച്ചു തരുകയും ചെയ്തു. അപ്പോൾ ആ വീഡിയോസിൻ്റെ അടിക്കുറിപ്പിലുള്ളത് ഇങ്ങനെയാണ്: പാണക്കാട് സാദാത്യങ്ങളിൽപ്പെട്ട ഒരു തങ്ങളുടെ മകളുടെ വിവാഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമകനാകുന്ന ആ പയ്യൻ ഡാൻസ് കളിക്കുന്നതും സിനിമാ പാട്ടുകൾ പാടി അതിൻ്റെ ഇടയിൽ ബഹളം ഉണ്ടാക്കുന്നതും ഇതുവരെ മുഖം മറച്ച് കല്യാണപ്പന്തലിലേക്ക് വന്നിരുന്ന പാണക്കാട്ടെ ബീവിമാരിൽപ്പെട്ട ഒരു കുട്ടി മുഖം തുറന്നിട്ട് ആ വേദിയിലേക്ക് വരുന്നതൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ആ വീഡിയോയിലുള്ളത്. അതൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് സംസാരിക്കുന്നത്. കണ്ടപ്പോൾ വലിയൊരു അത്ഭുതവും ഒരു വേദനയും തോന്നി. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും അല്ല സെയ്ദന്മാരിൽ നിന്ന്, അതുപോലെ തന്നെ ആലിമീങ്ങളിൽ നിന്ന്. അവർ ഉമ്മത്തിന് മാതൃക കാണിക്കേണ്ടവരാണ്, ദിശ കാണിച്ചു കൊടുക്കേണ്ടവരാണ്. പലപ്പോഴും കേവലം ഫേസ്ബുക്ക് പോസ്റ്റുകളിലും വലിയ വലിയ പ്രഭാഷണങ്ങളിലും നിങ്ങൾ വിവാഹ പേക്കൂത്തുകൾക്കെതിരെ സംസാരിക്കണം, വിവാഹങ്ങളിൽ പേക്കൂത്തുകൾ ഉണ്ടാകരുത് എന്ന് വലിയ വായിൽ പറഞ്ഞതുകൊണ്ട് മാത്രമായില്ലല്ലോ, നമ്മുടെ ജീവിതത്തിൽ അത് കാണിക്കണ്ടേ. അപ്പോൾ പാണക്കാട് സാദാത്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ വളരെയധികം ആദരിക്കുന്നവരാണ്. കേരളീയ മുസ്ലിം സമൂഹത്തിനിടയിൽ വലിയ സ്ഥാനമുള്ളവരാണ്. എല്ലാത്തിലും ഉപരി മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികളാണ്. അതിപ്പോൾ എല്ലാ തങ്ങന്മാരും ഒരുപോലെയാണ് അല്ലേ? അതായത് ഒരു കുടുംബം എന്ന നിലക്ക് ഇസ്ലാമിൽ അവർക്ക് പ്രത്യേകതയൊന്നുമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാ തങ്ങന്മാരും ഒരേപോലെയാണ്. അവരിൽ പിന്നെ ശ്രേഷ്ഠരാരാണ്? അത് ഇൽമും തഖ്വയും നോക്കിയിട്ടാണ് അതിൽ ശ്രേഷ്ഠത നിശ്ചയിക്കുക. അപ്പോൾ നമ്മളൊരു തങ്ങളെയും അളക്കാൻ പോകേണ്ടതില്ല. എന്നാൽ തെറ്റ് ചെയ്തത് തങ്ങളാണെങ്കിലും പരസ്യമായിട്ടാണ് അവർ ചെയ്യുന്നതെങ്കിൽ, തെറ്റ് ചെയ്യുന്നത് പണ്ഡിതനാണെങ്കിലും പരസ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പരസ്യമായി ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് ഉലമാക്കളുടെ മേൽ ബാധ്യതയാണ്. കാരണം എന്താ, ഇല്ലെങ്കിൽ ഇവരൊക്കെ ചെയ്തു പിന്നെ ഞങ്ങൾക്ക് ഇതെന്താണെന്നുള്ളൊരു ചോദ്യം വരൂലേ? ആ ചോദ്യം അള്ളാൻ്റെ മുമ്പിൽ എത്തുമ്പോൾ പണ്ഡിതന്മാരോട് തിരിച്ചു ചോദിക്കുന്നൊരവസ്ഥ ഉണ്ടാവും. നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടിയില്ല? നിങ്ങൾ ആരെയാണ് ഭയപ്പെട്ട് നിൽക്കുന്നത്? പണ്ഡിതന്മാർ എന്തിനെയാണ് ഭയപ്പെടുന്നത്? അള്ളാഹു റബ്ബുൽ ആലമീനാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് അല്ലേ? പിന്നെന്തിന് നമ്മൾ ആരെ ഭയപ്പെടണം? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു പ്രഭാഷണം ഞാൻ കേട്ടു, തങ്ങന്മാരത് ചെയ്തോട്ടെ, നമ്മളത് ചെയ്യണ്ട. അങ്ങനെ ഒരു മതമില്ല കേട്ടോ. അള്ളാഹ്ക്ക് അങ്ങനെ ഒരു മതമില്ല. തങ്ങന്മാർക്ക് അല്ലെങ്കിൽ പണ്ഡിതന്മാർക്ക് ഒരു മതം, സാധാരണക്കാർക്ക് വേറെ മതം, അവർക്കെല്ലാം ഹറാമും ചെയ്യാം, ബാക്കി സാധാരണക്കാർക്ക് അതൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു മതമില്ല. ഹറാം എല്ലാവർക്കും ഹറാമാണ്, ഹലാൽ എല്ലാവർക്കും ഹലാലാണ്. മാതൃക കാണിക്കേണ്ടവർ കുറച്ചുകൂടെ സൂക്ഷ്മത കൃത്യമായി അവിടെ കാണിക്കേണ്ടത് തന്നെയായിരുന്നു അല്ലേ? അല്ലെങ്കിൽ പിന്നീട് ജനങ്ങൾ വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ്റെ മുമ്പിൽ ഇവരൊക്കെ കുറ്റക്കാരാവൂലേ? ഞാനിപ്പോൾ അതിലേക്ക് കടന്നു പോവല്ല. അങ്ങനെ അതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ, ആ വീഡിയോയിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പാണക്കാട് സാദാത്യങ്ങളെ വളരെയേറെ ആദരിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ പ്രൊഫൈൽ പിക്കിലൊക്കെ കാണാം നിങ്ങൾക്ക് സ്വാദിഖ് അലി തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നൊരു ഫോട്ടോയാണ് എല്ലായിടത്തും ഉണ്ടാവുക. കൂടുതലും അത്രത്തോളം ബഹുമാനിക്കുന്നവരാണ് സയ്യിദന്മാരെന്ന നിലക്ക്. അപ്പോൾ ആ കുടുംബത്തിൽപ്പെട്ട ഒരു സയ്യിദിൻ്റെ മകളുടെ വിവാഹത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വേദനയാണ് അല്ലേ? ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. കല്യാണം പേക്കൂത്തുകാരുടെ വേദിയാകേണ്ട സ്ഥലമല്ല, അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിൻ്റെ വേദിയാണ് അല്ലേ? അവിടെ മലക്കുകളുടെയും മുഅ്മിനീങ്ങളുടെയും പ്രാർത്ഥനകൾ ഇറങ്ങേണ്ട വേദിയാണ്. പക്ഷേ ആ പ്രാർത്ഥന കിട്ടും ഇന്ന് പല സദസ്സിലും. ഇപ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ മഹല്ലുകളിൽ, പല കല്യാണ വീടുകളിലേക്ക് അവസ്ഥ എന്താ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്താ അവസ്ഥ? എന്തെല്ലാം പേക്കൂത്തുകളാണ് കല്യാണത്തിൻ്റെ പേരിൽ. കയ്യും കണക്കുമില്ലാത്ത തോന്നിവാസങ്ങളല്ലേ നടക്കണത് അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കും, മഞ്ഞ കല്യാണവും ചുവപ്പ് കല്യാണവും ഇതൊക്കെ അള്ളാഹു റബ്ബുൽ ആലമീനുള്ള ഒരു ആരാധനയുടെ പേരിലാണെന്നുള്ളത് വരുമ്പോൾ അത് എത്രമേൽ മനസ്സിനെ വേദനിപ്പിക്കുന്നൊരു കാര്യമാണ്. അള്ളാഹിൻ്റെ മുമ്പിൽ നമ്മൾ കുറ്റക്കാരല്ലേ? ഇനി വേണ്ടാന്ന് എല്ലാം കഴിഞ്ഞിട്ട് സ്വന്തം ഭാര്യയെ കൂടെ ഇരുത്തിയിട്ട് ഒരു ഫോട്ടോ സെക്ഷൻ ഉണ്ട്. അതിൽ പയ്യൻ്റെ കൂട്ടുകാരൊക്കെ വന്നിങ്ങനെ നിരന്ന് നിൽക്കും, ഇവനും കെട്ടിയവളും നടുക്കിങ്ങനെ നിൽക്കും. ഇത്ര മോശമാണത്. നിൻ്റെ ഭാര്യ നിനക്ക് കാണാനുള്ളതാണ് അല്ലേ? അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കാഴ്ചപ്പണ്ടാരം പോലെ അവളെ ഒരുക്കി നിർത്തുന്നൊരു പരിപാടി നിനക്കുണ്ടെങ്കിൽ നിനക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ പേര് ദയ്യൂസ് എന്നാണ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സലാസുല്ല യദ്ഖുലൂനൽ ജന്ന, 3 സ്വർഗത്തിൽ കടക്കൂല. ഒന്നാരാണ്? കള്ളുകുടി ജനറലൈസ് ചെയ്യുന്ന മനുഷ്യനാണ്. അതിപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കണില്ല. കള്ളുകുടി ജനറലൈസ് ചെയ്യപ്പെടുന്നൊരു കാലഘട്ടത്തിൽ അത്രമേൽ അതിലേക്ക് ഇറങ്ങിച്ചെന്നൊരു മനുഷ്യനാണ് ഒന്നാമത്തേത്. നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അതിലേക്ക് കടക്കണില്ല. രണ്ടാമത്തേത് ദയ്യൂസാണ്. ദയ്യൂസിൻ്റെ വിശദീകരണത്തിൽ കാണാം, സ്വന്തം ഭാര്യ അണിയിച്ചൊരുക്കി മറ്റുള്ളവർക്കൊരു കാഴ്ച വസ്തുവായിട്ട് ഇങ്ങനെ വെക്കുക. ചിന്തിച്ചു നോക്കി, നമ്മുടെയൊക്കെ മക്കളുടെ കല്യാണത്തിൽ നിങ്ങളുടെ മകളെ അണിയിച്ചൊരുക്കിയിട്ട് ആ വേദിയിൽ ആണിനെയും പെണ്ണിനെയും ഒരുമിച്ചിരുത്തി എല്ലാവരുടെ മുമ്പിൽ ഒരു കാഴ്ച വസ്തുവായി ഇങ്ങനെ ഇരുത്തുക. അവിടെ അന്യ ആണുങ്ങൾ ഒരുമിച്ച് നിന്ന് അവളെ മുട്ടി നിൽക്കുന്നത് ഇവൻ്റെ കൂട്ടുകാരായിരിക്കും. എന്തൊരു ഹറാമാണ്, ഇത് ഏത് മതമാണ് അങ്ങനെ പഠിപ്പിച്ചെന്നത് കൂട്ടുകാരാ? ഇല്ലേ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കാണിക്കണ്ട. അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോടൊപ്പം ചേർന്ന് നിന്നല്ല ഫോട്ടോ സെഷൻ അവിടെ നടത്തേണ്ടതെന്നുള്ളൊരു ബോധം ഇവന് വേണ്ടേ? ഏത് മതമാണത് കാണിച്ചു തന്നത്? ഇങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞാൽ ആ കല്യാണത്തിൽ വല്ല ബർക്കത്തും ഉണ്ടാവുമോ? വല്ല ബർക്കത്തും. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു കുട്ടി, ചെറിയ കുട്ടി, അപ്പുറത്തെ വീട്ടിലെ കല്യാണ വീട്ടിലെ പടക്കം പൊട്ടിക്കൽ കേട്ടിട്ട് ആ കുഞ്ഞിന് അപസ്മാരം വന്ന് പ്രയാസപ്പെട്ടു എന്നാണ്. അപ്പം എനിക്ക് പരിചയമുണ്ട്, ഞാനൊരു വീട്ടിൽ കിടന്നുറങ്ങാണ്. അപ്പോൾ പെട്ടെന്ന് ഭയങ്കര ഇടിയും ബഹളം. രാത്രി 12 മണിക്ക് ശേഷം ഒരു ഹാജിയാരുടെ മോരുടെ കല്യാണം നടക്കുക. ഞാൻ പിറ്റേന്ന് അയാളെ കണ്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ നാട്ടുകാരെ നന്നാക്കാൻ നടന്നിട്ട് സ്വന്തം മോളുടെ കല്യാണം ഇതിങ്ങനെ എത്ര മോശമാക്കാൻ പാടുണ്ടോ? അവിടെ ഡാൻസും പേക്കൂത്തൊക്കെ ആയിരുന്നു. അപ്പോൾ പുള്ളേനോട് പറയാം, എന്ത് ചെയ്യാനോ ഉസ്താദേ, പിള്ളേർ പറഞ്ഞാൽ കേൾക്കണ്ടേ? ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, ഈ പിള്ളേർ നിങ്ങളുടെ തന്നെ അല്ലേ? നിങ്ങളുടെ കുട്ടികളാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കണം. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത എന്താ? ഖുർആനിൽ അതിന് ഉത്തരം പറയുന്നുണ്ട്, അൽ ബലദു ത്വയ്യിബ് യഖ്റുജു നബാത. നല്ല ഭൂമി നല്ലതിനെ പുറത്തേക്ക് തരും. മാതാപിതാക്കൾ മോശമായാലും മക്കൾ അങ്ങനെ ആവും. നിങ്ങൾ വലിയ ഹാജിയാരാണ്, നാട്ടുകാരെ നന്നാക്കാൻ നടന്നിട്ട് കാര്യമില്ല. നിങ്ങൾ വലിയ തങ്ങളാണ്, നാട്ടുകാരെ നന്നാക്കാൻ നടന്നിട്ട് കാര്യമില്ല. നിങ്ങൾ വലിയ മൊയ്ലിയാരാണ്, നാട്ടുകാരെ നന്നാക്കാൻ നടന്നിട്ട് കാര്യമില്ല. ആദ്യം സ്വയം നന്നാവണം. സ്വയം നന്നാകാതെ നാട്ടുകാരെ നന്നാക്കാൻ നടക്കുന്നവർക്ക് മുത്തുനബി ജൂതന്മാരെന്ന് വിശേഷിപ്പിച്ചത് കാണാം. എത്ര മോശമാണ് സഹോദരങ്ങളെ, അല്ലേ? നമ്മളല്ലേ വഴി കാണിക്കേണ്ടത്. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിനാ ഖുർറത അയുൻ, അല്ലേ? പടച്ചവനോട് ദ്വാരക്ക, പടച്ചവൻ എൻ്റെ മക്കളെ കൺകുളിർമയാക്കി തരണേ അല്ലാ. എന്നിട്ട് പറഞ്ഞെന്താ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ അവർക്ക് മാതൃകായോഗ്യരാക്കണേ. മാതൃകയാകേണ്ടത് വാപ്പായുമായുമാണ്. ഇവരുടെ ജീവിതം കണ്ട്, സയ്യിദന്മാരുടെ ജീവിതം കണ്ട്, പണ്ഡിതന്മാരുടെ ജീവിതം കണ്ട് ഞങ്ങളൊക്കെ നിങ്ങളുടെ മക്കളാന്നേ. തങ്ങന്മാരോട് പറയട്ടെ, ഞങ്ങളൊക്കെ നിങ്ങളുടെ മക്കളാണ്. നിങ്ങളെ കണ്ട ഞങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾ മുത്ത് ഹബീബിൻ്റെ കുടുംബമല്ലേ? നിങ്ങൾ മാതൃക കാണിക്കേണ്ടവരല്ലേ? നിങ്ങളിൽ നിന്നൊരു പാളിച്ചയുണ്ടായിക്കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. അതിൻ്റെ പേരിൽ തമ്മിൽ തന്നെ ആളുകളുണ്ട്. ഇവിടെ ഒരു വിഷയമല്ല, ഇവിടെ പ്രശ്നങ്ങളൊന്നുമല്ല. നമ്മളൊരു പ്രശ്നം ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലല്ലോ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഖുർആനിൽ പറഞ്ഞത് വമിൻ ആയാത്തിഹി എന്നല്ലേ. കല്യാണം എന്ന് പറഞ്ഞാൽ പടച്ചവൻ്റെ ദൃഷ്ടാന്താണ്. അപ്പോൾ ഒരു ഉസ്താദ് അവിടെ കുറേ കാറ് വന്നു, കുറേ ആളുകൾ വന്നു, കുറേ ഭക്ഷണം ഉണ്ടാക്കി, അതൊന്നും അല്ല ആർഭാടം എന്ന് പറഞ്ഞത് കേട്ടോ. അതായത് ഇപ്പോൾ ഒരു രാഷ്ട്രീയ മേഖലയിൽ ഫേമസ് ആയ ഒരാളുടെ കല്യാണത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരും വരും. അവിടെ ചിലപ്പോൾ സമ്പന്നരുണ്ടാവും, പാവപ്പെട്ടവരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും, കാറുകൾ ഒരുപാടുണ്ടാവും, നല്ല ഭക്ഷണം കൊടുക്കും. ഇതൊന്നും അല്ല. ഭക്ഷണം വേസ്റ്റായി പോകാൻ പാടില്ല, അമിതത്വം പാടില്ല. ഇതാണ് ആഡംബരം. പക്ഷേ കല്യാണത്തിൻ്റെ പേരിൽ നടന്ന പേക്കൂത്തുകളെ നമ്മൾ വിമർശിക്കണത്. ഡാൻസ് ആകട്ടെ, പാട്ടാകട്ടെ. അവിടെ ഞാൻ ഈ അടുത്ത് നമ്മുടെ നെടുമ്പാശ്ശേരി ഭാഗത്ത് ഒരു ഹോളിൽ എന്നെ വിളിക്കുകയാണ്, ഉസ്താദ് ഒന്ന് വരണം, ഒരു കല്യാണത്തിൽ നിന്ന് പങ്കെടുക്കണം. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു, ഞാനപ്പോൾ എറണാകുളത്ത് നിന്ന് എനിക്ക് തമിഴ്നാട്ടിലേക്ക് ക്ലാസ്സിൽ എത്തേണ്ടതുണ്ട്, അപ്പോൾ ഞാൻ ഉച്ചയാകുമ്പോൾ അങ്ങ് പോവും, എനിക്ക് കുറച്ച് മീറ്റിങ്സൊക്കെ ഉണ്ട്. ഉസ്താദെ പോണ വഴിക്കൊന്ന് കയറിയിട്ട് പോയാൽ മതി എന്നാണ്. ഇൻഷാ അല്ലാഹ്, വിളിച്ചതല്ലേ, ദീനിൻ്റെ സഹകാരിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് കയറി, വലിയ ദീനിയാണല്ലോ, അപ്പോൾ നല്ല കല്യാണമായിരിക്കും എന്ന് കരുതി കയറിയതാണ്. ഞാൻ കയറി ചെല്ലുന്ന സമയത്ത് കാണുന്നത് പയ്യനിങ്ങനെ മുട്ടുകുത്ത് നിൽക്കുക, അവളിങ്ങനെ പൂ മേടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ എന്നും പറഞ്ഞ് കൂവുക. ഏത് ഈ ഹൈന്ദവ സഹോദരങ്ങളുടെ കല്യാണത്തിന് കുരവിടുന്നത് പോലെ താത്താമാരും കാക്കാന്മാരും നിന്ന് കൂവുന്നു. ഒന്ന് ആലോചിച്ചു നോക്കി, എത്ര മോശമാണത്. ഞാൻ അപ്പം തന്നെ ഹാജിയാരോട് പറഞ്ഞു, ഇത് എനിക്കൊരു തൃപ്തിയും ഇതിലില്ല, അള്ളാൻ്റെ തൃപ്തി ഇതിലില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ വഴിക്ക് പോകാട്ടോ എന്ന് പറഞ്ഞു. വല്ലാഹി ഞാനവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ടുണ്ട്. നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. ഇവരൊക്കെ നാട്ടുകാരെ നന്നാക്കാൻ നടക്കുന്നവരാണ്, പള്ളി കമ്മിറ്റിക്കാരാണ്, തങ്ങന്മാരാണ്, അതുപോലെ തന്നെ ആലിമീങ്ങളാണ്, ഒക്കെയാണ്. പക്ഷെ നിങ്ങളിൽ നിന്നുണ്ടാകേണ്ടത് മാതൃകായോഗ്യമായ സംസ്കാരമാണ്. അപ്പോൾ ഉസ്താദ് കെട്ടിയോക്ക് പൂ കൊടുക്കണേനെന്താ? കെട്ടിയോക്ക് നീ ഒളിച്ചുകൊണ്ടുപോയി പൂ കൊടുക്ക്. നിൻ്റെ ഭാര്യക്ക് നീ അവൾ തനിച്ചാകുമ്പോൾ പൂ കൊടുക്ക്, വീട്ടിൽ വെച്ച് കൊടുക്ക്. നിങ്ങൾ തമ്മിൽ ടൂർ പോകുമ്പോൾ കൊടുത്തോ, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വെച്ച് കൊടുക്കുക. നാട്ടുകാരുടെ മുമ്പിൽ കാണിക്കാനാകരുത്. അവനെക്കുറിച്ചാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്, ദയ്യൂസ്. അങ്ങനെ ആകല്ലേ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാവില്ല മക്കളെ.
ഈ ബറക്കത്ത് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടായതുകൊണ്ടൊന്നും ബറക്കത്ത് ഉണ്ടാവില്ല. മനസ്സിലായോ? അത് അള്ളാഹ് തരണം. അള്ളാഹ് തരണമെങ്കിൽ ഈ ബേസിക് സ്റ്റേജ് ഉണ്ടല്ലോ, കല്യാണം, അവിടെ മുതൽ പടച്ചോൻ ഇഷ്ടമുള്ളത് മാത്രം നടത്തണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പൂർവികർ പറയുന്നത് കാണാം, കൂനി ലഹു അമത്തൻ യകുൻ ലക അബ്ദാ. പെണ്ണേ, നീ നിൻ്റെ ഭർത്താവിനൊരു ദാസിയെപ്പോലെ ആവണം, എങ്കിൽ അവൻ നിനക്ക് അടിമയെപ്പോലെയാകും. എന്തൊരു പ്രയോഗമാണ്! നീ ഭർത്താവിന് ദാസിയായാൽ അവൻ നിനക്ക് അടിമയാകും. രണ്ടുപേരും അങ്ങനെ ഒരു പാരസ്പര്യത്തിൽ മനോഹരമായി ജീവിക്കുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും ആ ലൈഫ്. പക്ഷേ ആ രസമുള്ള ലൈഫ് കിട്ടണമെങ്കിൽ എന്ത് സംഭവിക്കണം? എന്ത് വേണം? അള്ളാഹുവിനുള്ള ഇബാദത്താന്ന് മനസ്സിലാക്കി ഈ കല്യാണത്തിൽ ഒരൊറ്റ പേക്കൂത്തും നടത്തൂല്ല എന്ന് ഉറപ്പിക്കണം. ഉറപ്പിച്ചാൽ മാത്രം പോരാ, അങ്ങ് നടത്തി കാണിക്കണം. മനസ്സിലാവുണ്ടോ? അങ്ങനെ ആയി നമ്മൾ മാറിയാൽ രക്ഷപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടാവും. അല്ലാതെ നിങ്ങൾ എത്ര തലകുത്തി മറിഞ്ഞ് നിസ്കരിച്ചിട്ടും കാര്യമൊന്നുമില്ല. ആയിഷ റളിയല്ലാഹുവിൻ്റെ മുമ്പിൽ 3 സ്വഹാബത്ത് വരുന്നുണ്ട്, റസൂലുള്ളാഹിൻ്റെ ജീവിതം പഠിക്കാനാണ്. ജീവിതം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു സ്വഹാബി പറഞ്ഞു, ഞാൻ ഇനി മുതൽ രാത്രി ഉറങ്ങൂല, ഞാൻ നിന്ന് നിസ്കരിക്കും. മറ്റൊരു സ്വഹാബി പറയുന്നുണ്ട്, ഞാൻ ഇനി മുതൽ ഒരു പകൽ ഒഴിവാക്കൂല, ഞാൻ എല്ലാ പകലും നോമ്പ് പിടിക്കും. മറ്റൊരു സ്വഹാബി പറഞ്ഞു, ഞാൻ ഇനി ഭാര്യയായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല, ഞാൻ മുഴുവൻ സമയവും ഇബാദത്തിലായിരിക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി കാര്യം പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറയാം, ഞാൻ രാത്രി ഉറക്കമൊഴിക്കാറുണ്ട്, അത് ഞാനും അള്ളാഹും തമ്മിലുള്ള ബന്ധം റെഡിയാക്കാനാ, അതൊന്ന് ദൃഢപ്പെടുത്താനാ. ഞാൻ രാത്രി കിടന്നുറങ്ങാറുണ്ട്, അതെൻ്റെ ശരീരത്തോടുള്ള ബാധ്യതയാണ്. എന്നാലേ ഞാൻ എൻ്റെ ഭാര്യമാരോടൊപ്പം സ്നേഹം പങ്കിടാറുണ്ട്. ഹാദാ സുന്നത്തി, ഹദിഹി സുന്നത്തി, ഇതാണ് എൻ്റെ സുന്നത്ത്. വമൻ അഅറള അൻ സുന്നത്തി, എൻ്റെ ഈ സുന്നത്തിൽ നിന്ന് നിങ്ങൾ വിദൂരത്തായാൽ ഫലൈസ മിന്നി, നിങ്ങൾ എന്നിൽപ്പെട്ടവനല്ല. മനസ്സിലായോ? അപ്പോൾ നിസ്കാരവും വേണം, നോമ്പും വേണം, സക്കാത്തും വേണം, ഹജ്ജും വേണം, ഒക്കെ വേണം. ഭാര്യമാരോടൊപ്പം മാന്യമായി ദീനിയായി ചെലവഴിക്കാൻ സമയം കണ്ടെത്തണം. പക്ഷെ അങ്ങനെ ജീവിക്കാൻ സമയം കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ ബറക്കത്തുണ്ടാകണം. മനസ്സിലായോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്ലാത്തൊരു വാക്കുണ്ട്, വലാ യഗ്ലിബുന ഇല്ലൽ കരീം. ഭാര്യയുടെ മുമ്പിൽ തോറ്റു കൊടുക്കുന്ന ഭർത്താവ് മാന്യനാണ്. എങ്ങനെ? ഭാര്യയുടെ മുമ്പിൽ തോറ്റു കൊടുക്കുന്ന ഭർത്താവ് മാന്യനാണ്. വലാ യഗ്ലിബുഹുന്ന ഇല്ലൽ ലഈൻ. വൃത്തികെട്ട ശപിക്കപ്പെട്ടവനല്ലാതെ അവളുടെ മുമ്പിൽ ജയിക്കില്ല. അവളുടെ മുമ്പിൽ തോറ്റു കൊടുക്കണമെന്ന് പറഞ്ഞാൽ സ്നേഹം കൊണ്ട് ഇങ്ങനെ അവളുടെ സ്നേഹത്തിൽ കീഴ്പ്പെട്ട് നിൽക്കണം. എന്നിട്ട് മുത്തുനബി തങ്ങൾ പറയാണ്, ഭാര്യയുടെ മുമ്പിൽ തോറ്റു നിൽക്കണ ഒരു ഭർത്താവാകാനാണ് എനിക്കിഷ്ടം. നിങ്ങൾ അവളുടെ മുമ്പിൽ തോറ്റു കൊടുത്താൽ അവളൊരു അവിഹിതത്തെയും തേടിപ്പോവില്ല, അവളൊരു ഹറാമായ ബന്ധത്തിലും ചെന്ന് ചാടൂല. നമ്മൾ അവിടെ ജയിക്കാൻ നോക്കുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാകണത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സമാധാന അന്തരീക്ഷമുള്ള ലൈഫ് കിട്ടണമെങ്കിൽ ബിഗിനിങ് സ്റ്റേജ്, കല്യാണം മുതൽ ആ ഒരു അള്ളാഹുവിൻ്റെ തൃപ്തി അവിടെ ഇറങ്ങണം. മലക്കുകളുടെ മുഅ്മിനീങ്ങളുടെ ഒക്കെ പ്രാർത്ഥന കിട്ടുന്ന സദസ്സായി മാറണം. മനസ്സിലായോ? അപ്പോൾ ഇത് പണക്കാട് തങ്ങന്മാരുടെ പേരിൽ ഇങ്ങനൊരു വീഡിയോ വന്നപ്പോൾ വലിയ വേദന തോന്നി. അങ്ങനെയുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. നിങ്ങൾ ജനങ്ങൾക്ക് മാർഗദർശികളായി പല വേദികളിലും പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിൽ കാര്യം പറഞ്ഞ് തെറ്റിദ്ധാരണയാണെങ്കിൽ അത് നീക്കേണ്ടതാണ്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് ഏത് തറവാട്ടുകാരായാലും അവരാരും വിമർശനത്തിന് അതീതരല്ല. തങ്ങളായതുകൊണ്ട് എന്തും ചെയ്യാം, അങ്ങനെയല്ല. തെറ്റ് പരസ്യമായി ചെയ്യുന്നത് തങ്ങളാണെങ്കിലും അത് ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കൽ പണ്ഡിതൻ്റെ കടമയാണ്. അല്ലാഹു നമുക്കിടയിൽ സുന്ദരമായ ഐക്യം നിലനിർത്തി തരുമാറാകട്ടെ. ആലിമീങ്ങളെ, സയ്യിദന്മാരെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ടതുപോലെ മഹബ്ബത്ത് വെച്ച് അനുധാവനം ചെയ്യാൻ റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.